കാലിക്കറ്റ് സർവകലാശാല വിസിക്കെതിരെ നടപടിക്ക് സാധ്യത. വിസിയോട് ഗവർണർ വിശദീകരണം തേടി. ഗവർണറെ അവഹേളിക്കുന്ന ബാനറുകൾ എന്തുകൊണ്ട് നീക്കിയില്ല എന്നും ഗവർണറുടെ ചോദ്യം. സുരക്ഷാ ഉദ്യോഗസ്ഥരെ പിൻവലിക്കാൻ DGPയോട് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. SFIയുടെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കാലിക്കറ്റ് സർവകലാശാലയിലും അതോടൊപ്പം തന്നെ രാജ്ഭവനിലും സുരക്ഷ കർശനമാക്കി. അതേസമയം SFIയുടെ നേതൃത്വത്തിൽ കോളേജുകളിൽ ഗവർണർക്കെതിരെ ബാനറുകളും സ്ഥാപിച്ചു. മറ്റു കോളേജുകളിലെല്ലാം SFI ധാർഷ്ട്യം തുടരുകയാണ്. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് സോണൽ കൃഷ്ണ, രാജ്ഭവന് മുന്നിൽ നിന്ന് രശ്മി കാർത്തിക എന്നിവർ ചേരുന്നു. ആദ്യം രശ്മിയിലേക്ക്. രശ്മി, എന്തായാലും രാജ്ഭവനും പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഗവർണർ ഇന്ന് പരിപാടി കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് മടങ്ങാനിരിക്കുകയാണ്. ഞാനിപ്പോഴുള്ളത് രാജ്ഭവന് മുന്നിലാണ്. ഇവിടെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. സാധാരണയായി നമ്മൾ കാണുന്ന പോലീസിന്റെ സുരക്ഷയ്ക്ക് പുറമെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കൂടുതൽ പോലീസുകാരെ ഉൾപ്പെടെ ഇവിടെ ഭിന്നിച്ചിരിക്കുകയാണ്. മാത്രമല്ല, രാവിലെ മുതൽ തന്നെ രാജ്ഭവന്റെ ഇരുവശങ്ങളിലും ഈ വെള്ളയമ്പലം ഭാഗത്ത് നിന്ന് വരുന്ന വഴികളിലൊക്കെ തന്നെ പുതുതായി ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. റോഡിന്റെ ഇരുവശങ്ങളിലും പുതുതായി ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച ഗവർണർ ഇവിടെ നിന്നും ഡൽഹിയിലേക്ക് പോകുന്ന വഴിയിലാണ് 3 ഇടങ്ങളിൽ SFI പ്രതിഷേധം ഉണ്ടായത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, അതും പോലീസ് തന്നെയാണ് അതിന് എല്ലാ തരത്തിലുള്ള സൗകര്യവും ഒരുക്കി കൊടുത്തത്. നേരത്തെ തന്നെ സംസ്ഥാന ഇന്റലിജൻസ് ഉൾപ്പെടെ വിവരം നൽകിയിരുന്നു. SFIയുടെ പ്രതിഷേധം ഗവർണർക്കെതിരെ ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും അവർ പ്രതിഷേധിക്കുകയുണ്ടായി. അതിൽ ഗവർണർ ക്ഷുഭിതനാകുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹം വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹം ഇത്തരത്തിൽ കേരളത്തിലെ ഗവർണറാണ്, VVIP കാറ്റഗറിയിലുള്ള ആളാണ്, Z+ സുരക്ഷയുള്ള ആളാണ്. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹത്തിന് കൃത്യമായി സുരക്ഷ ഒരുക്കാൻ പോലീസിനായില്ല, സംസ്ഥാന സർക്കാരിനായില്ല. പോലീസുകാർ തന്നെ ഗവർണറുടെ സഞ്ചാരപഥം, എങ്ങോട്ടാണ് അദ്ദേഹം പോകുന്നത്, എത്ര മണിക്ക് എത്തും എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസിൽ നിന്ന് തന്നെ SFI DYFIക്കാർക്ക് കൈമാറുന്നു എന്നുള്ളതാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം. അന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധം ഈ ഗവർണർക്ക് നേരെ അതിക്രമം ഉണ്ടായ ദിവസം അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ ഗവർണർ ഇത്തരത്തിൽ റിപ്പോർട്ട് തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് റിപ്പോർട്ട് തേടിയപ്പോൾ അത് സിറ്റി പോലീസ് കമ്മീഷണറോടാണ് റിപ്പോർട്ട് തേടിയത്. ആ റിപ്പോർട്ട് ഇതുവരെയും ഗവർണർക്ക് കൈമാറിയിട്ട് പോലുമില്ല. കാരണം സുരക്ഷാ വീഴ്ച ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ചീഫ് സെക്രട്ടറിയും DGPക്കും സിറ്റി പോലീസ് കമ്മീഷണർ ഈ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. പക്ഷെ അത് ഗവർണർക്ക് കൈമാറിയിട്ടില്ല. കാരണം ഗുരുതരമായിട്ടുള്ള, ഈ റിപ്പോർട്ടിൽ പറയുന്നത് പോലെയല്ല സംഭവിച്ചത്. ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം കേരളത്തിലെ ഗവർണറാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സുരക്ഷ പോലീസിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പക്ഷെ അന്ന് ഈ പ്രതിഷേധം നടക്കുന്ന സമയത്തും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും പോലീസ് ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. ആദ്യം പോലും പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ള നിസ്സാര വകുപ്പ് മാത്രമാണ് ചുമത്തിയത്. പിന്നീട് ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ്, ഗവർണർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് 124 ഗുരുതര വകുപ്പ് ഉൾപ്പെടെ ഈ പ്രതികൾക്കെതിരെ ചുമത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം വന്ന് അരങ്ങേറിയിരുന്നു. ഗവർണറുടെ സുരക്ഷ കേന്ദ്രസേന ഏറ്റെടുക്കും എന്നുള്ള തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു. ഏതായാലും ആ ഒരു സാഹചര്യത്തിൽ ആണ് ഈ ഒരു സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരുമായി പോലീസ് ഉദ്യോഗസ്ഥരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അടുത്തിടെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഏത് രീതിയിൽ അതിൽ സുരക്ഷ ഏർപ്പെടുത്തണം എന്നത് സംബന്ധിച്ചായിരുന്നു ഒരു ചർച്ച നടന്നിരുന്നത്. ഈ അന്ന് പ്രതിഷേധം ഉണ്ടായതിന്റെ തൊട്ട് മുൻപും ഗവർണറുടെ പരിപാടിയിൽ സമാനമായ രീതിയിൽ SFIക്കാർ കരിങ്കൊടി കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ തന്നെ വലിയ രീതിയിൽ വിവാദങ്ങൾ ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹത്തിന്റെ സുരക്ഷ ഏത് രീതിയിൽ വേണമെന്ന് സംബന്ധിച്ച് ചർച്ചയൊക്കെ നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബാരിക്കേഡുകൾ സ്ഥാപിക്കാനുള്ള ഒരു തീരുമാനം ആ ഒരു യോഗത്തിലാണ്, ആ ഒരു ചർച്ചയിലാണ് ഉരുത്തിരിഞ്ഞു വന്നത്. ഏതായാലും സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് നിലവിൽ കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് രാജ്ഭവനിൽ ഈ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. രാജ്ഭവന്റെ ഇരു റോഡുകളിലും കൂടുതൽ ബാരിക്കേഡുകൾ, അതായത് രാജ്ഭവന്റെ മുന്നിൽ നിന്നും ഈ വെള്ളയമ്പലം പോകുന്ന വഴിയിലേക്ക് ഉൾപ്പെടെ 2 വശങ്ങളിലും ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, സാധാരണയായി ഉണ്ടാകുന്ന പോലീസുകാർക്കേക്കാൾ കൂടുതൽ പോലീസുകാരെ ഈ രാജ്ഭവന്റെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് രാജ്ഭവന് മുന്നിലും രാജ്ഭവന്റെ സൈഡിലുള്ള ഗേറ്റുകളിലും ഒക്കെ തന്നെ ഇപ്പോൾ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് തിരിച്ചെത്തും. അദ്ദേഹം കാലിക്കറ്റിൽ നിന്നും ബാംഗ്ലൂരുവിലേക്ക് പോയതിനു ശേഷം ഇന്ന് തിരിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുന്നത് ഏകദേശം 10:45 കൂടിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം. ആ സമയത്ത് അദ്ദേഹം പിന്നീട് തിരിച്ചു വരിക രാജ്ഭവനിലേക്കാണ്. അതുകൊണ്ട്
ആ വഴികളിലെല്ലാം തന്നെ കനത്ത സുരക്ഷ ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കാരണം അന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിരുന്നു, വ്യാപകമായ ഒരു വിമർശനം. കാരണം ഗവർണറാണ്, ഭരണഘടനാ തലവനാണ്, അദ്ദേഹത്തിന് കൃത്യമായി സുരക്ഷ നൽകേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിനും അത്തരത്തിൽ സുരക്ഷ ഏർപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതിൽ ഗുരുതരമായിട്ടുള്ള അനാസ്ഥയും വീഴ്ചയും ഒക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് രാജ്ഭവന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം വൈകുന്നേരത്ത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷം പിന്നീട് ഇങ്ങോട്ടേക്ക് വരുന്ന വഴികളിലെല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. രണ്ട് വശങ്ങളിലും, അതായത് രാജ്ഭവന്റെ സൈഡിലും അങ്ങോട്ടേക്ക് പോകുന്ന വഴികളിലെല്ലാം തന്നെ പുതുതായി ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ ആ ഒരു സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് വിമാനത്താവളത്തിൽ നിന്നും രാജ്ഭവൻ വരെയുള്ള ഭാഗങ്ങളിൽ ഓരോ ഇടങ്ങളിലും കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചുകൊണ്ട് സുരക്ഷ ശക്തമാക്കിയിരുന്നത്. അന്ന് 3 ഇടങ്ങളിലാണ്, പാളയം, അതോടൊപ്പം തന്നെ പേട്ട എന്നിങ്ങനെ 3 ഇടങ്ങളിലാണ് ഗവർണർക്ക് നേരെ ഈ SFIയുടെ അതിക്രമം ഉണ്ടായത്. അദ്ദേഹത്തിന്റെ വാഹനം അടിക്കുന്ന സാഹചര്യം പോലും അന്ന് ഉണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ, അതായത് തുടക്കത്തിൽ തന്നെ പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ള വകുപ്പ് മാത്രം ചുമത്തി SFIക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സർക്കാരിന്റെയും പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ IPC 124 എന്നുള്ള വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയത്. രാഷ്ട്രപതിക്കും ഗവർണർക്കും പരിരക്ഷ നൽകുന്ന വകുപ്പാണിത്. അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടായത്. ഏതായാലും റിപ്പോർട്ട് ഉൾപ്പെടെ കൈമാറിയിട്ടില്ല. ഏതായാലും സുരക്ഷ രാജ്ഭവന്റെ വർദ്ധിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പലയിടങ്ങളിലും ഗവർണർക്കെതിരെ SFI ബാനറുകൾ ഉയർന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വിവിധ ഇടങ്ങളിൽ, അതായത് തിരുവനന്തപുരത്ത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ്, കാര്യവട്ടം ക്യാമ്പസ്, സംസ്കൃത കോളേജ്, പന്തളം എന്നിവിടങ്ങളിലുള്ള കോളേജുകളിലാണ് ഇത്തരത്തിൽ ഗവർണർക്കെതിരെ SFIയുടെ കറുത്ത ബാനർ ഉയർത്തിയിരിക്കുന്നത്. ഗവർണറോടുള്ള വെല്ലുവിളി എന്നോളമാണ് ഈ രീതിയിലുള്ള ഒരു സമീപനം SFIയുടെ ഭാഗത്തുനിന്നുണ്ടായത്. തിരുവനന്തപുരത്ത് ലോ കോളേജ്, അതോടൊപ്പം തന്നെ സർവകലാശാലയിലും കേരള സർവകലാശാലയിലും ഉൾപ്പെടെ ബാനർ ഉയർത്തുമെന്നുള്ളൊരു വെല്ലുവിളിയും SFIയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇതിന് CPIയും സർക്കാരും ഒക്കെ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ രാജ്ഭവൻ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്, ആഭ്യന്തര വകുപ്പിന്റെ അറിവോടുകൂടിയാണ് ഈ കറുത്ത ബാനർ ഇത്തരത്തിൽ ഉയർത്തുന്നത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം രാജ്ഭവൻ പുറത്തിറക്കിയ അസാധാരണമായിട്ടുള്ള വാർത്താക്കുറിപ്പായിരുന്നു. ആ വാർത്താക്കുറിപ്പിൽ കൃത്യമായ വിവരങ്ങൾ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ വൈസ് ചാൻസലറോട് ഉൾപ്പെടെ ഗവർണർ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ ബാനർ ഉയർത്തിയിട്ടും അത് മാറ്റാനുള്ള യാതൊരു ശ്രമവും ഉണ്ടാകുന്നില്ല. ഗവർണറെ അവഹേളിച്ചുകൊണ്ടുള്ള, വെല്ലുവിളിച്ചുകൊണ്ടുള്ള SFIയുടെ നീക്കം ഇത് സ്വാഭാവികമായും സർക്കാരിന്റെ അറിവോടുകൂടിയാണ്, ആഭ്യന്തര വകുപ്പിന്റെ അറിവോടുകൂടിയാണ് എന്നുള്ളതാണ് രാജ്ഭവൻ പറയുന്നൊരു കാര്യം. അത് തിരുവനന്തപുരത്ത് ഇനി വരുന്ന മണിക്കൂറുകളിൽ SFI തന്നെ ഒരു വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് SFI പറയുന്നത് ലോ കോളേജിലും അതോടൊപ്പം തന്നെ കേരള സർവകലാശാലയിലും ഉൾപ്പെടെ ബാനർ ഉയർത്തും എന്നുള്ളത്. നിലവിൽ ഇതിനോടകം തന്നെ കാര്യവട്ടം ക്യാമ്പസ്, സംസ്കൃത കോളേജ്, അതോടൊപ്പം തന്നെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഗവർണർക്കെതിരെ കറുത്ത ബാനർ ഉയർത്തിയിട്ടുണ്ട്. അതോടൊപ്പം വലിയ രീതിയിലുള്ള, അതായത് അതിനെ സധൈര്യം നേരിടും എന്നുള്ളത് തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം. തുടക്കം മുതൽ തന്നെ സർവകലാശാല വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നത് വളരെ കൃത്യമായി തന്നെയാണ്. അതായത് ഭരണഘടനാപരവും നിയമപരവുമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്തു നിന്നും തുടക്കം മുതൽ തന്നെ ഉണ്ടാകുന്നത്. അത് തന്നെയാണ് CPMനെയും SFIയെയും ഒക്കെ തന്നെ ഈ രീതിയിൽ ചൊടിപ്പിക്കാനുള്ള കാരണവും. കഴിഞ്ഞ ദിവസം ഈ ബാനറുകൾ ഗവർണർ നിർദ്ദേശപ്രകാരം പോലീസ് അഴിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ സംസ്ഥാന വ്യാപകമായി കോളേജുകളിൽ ഇത്തരത്തിൽ ബാനർ SFI ഉയർത്തുന്നത്. രശ്മി, ദയവായി തുടരുക. ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് സോണൽ കൃഷ്ണ കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. സോണൽ, കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് VC ഡോക്ടർ MK ജയരാജനെ നേരിട്ട് വിളിച്ച ഇപ്രകാരം വിശദീകരണമൊക്കെ ആവശ്യപ്പെട്ടിരുന്നതാണ് ഗവർണർ. അദ്ദേഹത്തിനെതിരെ നടപടിക്ക് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഇന്ന് കേൾക്കുന്നുണ്ട്. ഈ ബാനർ എന്തുകൊണ്ട് മാറ്റിയില്ല എന്നത് വൈസ് ചാൻസലർ മറുപടി പറയണമെന്ന് ഗവർണർ നേരിട്ട് ചോദിച്ചിരുന്നതുമാണ്. ഇനി ഈ കാലിക്കറ്റ് സർവകലാശാലയിലും പോലീസ് സുരക്ഷ, ഇപ്പോൾ രശ്മി നമുക്ക് തത്സമയ വിവരങ്ങൾ തന്നത് രാജ്ഭവന് മുമ്പിൽ നിന്നാണ്. സമാനമായ രീതിയിൽ കാലിക്കറ്റ് സർവകലാശാലയിലും കൂടുതൽ പോലീസിനെ രാവിലെ മുതൽ എത്തിക്കുന്നുണ്ടായിരുന്നു, സുരക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ടായിരുന്നു. അതേനു ഇപ്പോൾ നമ്മൾ അറിയാൻ സാധിക്കുന്നത് VCക്കെതിരെ നടപടിക്ക് സാധ്യത ഉണ്ട് എന്നാണ്. ഇവിടെ വലിയ പോലീസ് സന്നാഹം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. എന്നാൽ എന്തുകൊണ്ട് ഈ ഗവർണർ വരുന്നതിന് മുൻപ് ഗവർണറെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഇത്തരം ബോർഡുകൾ നീക്കം ചെയ്തില്ല എന്നൊരു ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഗവർണർ വരുന്നത്
ഇത്തരം ബാനറുകൾ നീക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. 2022 കോടതി ഉത്തരവ് പ്രകാരം ക്യാമ്പസിലെ 200 മീറ്റർ ചുറ്റളവ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പാടില്ല. കാരണം ഗവർണർ വന്നത് യൂണിവേഴ്സിറ്റി പരിപാടിയിൽ സംബന്ധിക്കാനാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന്റെ പുറമെയാണ് ഇത്തരത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ, നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതാണ്, ഏകദേശം 500-ൽ പരം ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇത് മാറ്റാൻ ആദ്യഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ ഗവർണർക്കെതിരെ കിട്ടിയ ബാനറുകൾ മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനായിട്ടുള്ള ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തുന്നുണ്ട്. നടപടിക്ക് സാധ്യത എന്ന വാർത്ത നമ്മൾ ഉൾപ്പെടെ ബ്രേക്ക് ചെയ്തതാണ്. അതിന്റെ തുടർഫലമായ എന്നോണമാണ് ഇപ്പോൾ അത്തരത്തിലുള്ള ബാനറുകൾ ഏകദേശം 100 മീറ്റർ ക്യാമ്പസിലേക്ക് കടക്കുന്ന ഭാഗത്ത് 100 മീറ്ററിന് ഇപ്പുറത്താണ് അത്തരത്തിൽ ബാനറുകൾ ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയാണ് SFI പ്രവർത്തകർ തിരിച്ചെത്തി ബാനറുകൾ കെട്ടിയിരുന്നത്. എന്നാൽ അത് നീക്കം ചെയ്യണമെന്നൊരാവശ്യം ശക്തമായതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള നടപടികൾ തന്നെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. ഇപ്പോൾ വീണ്ടും പ്രവർത്തകരെത്തി അത് പുനർസ്ഥാപിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട് SFIയുടെ ഭാഗത്തുനിന്ന് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, വീണ്ടും അവർ ആ ബോർഡുകൾ, ഈ ബാനറുകൾ കെട്ടാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇവിടുത്തെ ക്യാമ്പസിലെ SFI പ്രവർത്തകർ തന്നെയാണ് ഇത്തരത്തിലുള്ള ശ്രമം നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കൃത്യമായിട്ട് തന്നെ കാണാം. വൈസ് ചാൻസലർക്കെതിരെയുള്ള ബോർഡുകൾ, ബാനറുകൾ ഇപ്പോൾ കിട്ടുന്ന ഒരു കാഴ്ച നമ്മൾ ദൃശ്യങ്ങൾ നേരിട്ട് കാണാം. ഇവിടുത്തെ SFI പ്രവർത്തകരാണ് അതിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. വൈസ് ചാൻസലർ ജസ്റ്റിസ് കേരള എന്ന് പറയുന്ന ഒരു ബാനറാണ് ഇത്തരത്തിൽ ഇപ്പോൾ അത് വീണ് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വീണ്ടും കിട്ടുന്ന ഒരു സാഹചര്യം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ SFI പ്രവർത്തകരാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്നലെ ഗവർണർ നേരിട്ടെത്തി ഇത്തരം ബാനറുകളെല്ലാം തന്നെ നീക്കാൻ വേണ്ടി SP-ക്ക് അടക്കം നിർദ്ദേശം നൽകിയതാണ്. VC-ക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇതൊന്നും വകവയ്ക്കാതെ SFI പ്രവർത്തകർ ഇപ്പോൾ വീണ്ടും എത്തി ഇത്തരത്തിലുള്ള ബാനറുകൾ ഉയർത്തിക്കെട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. അതും പോലീസിന്റെ മുന്നിൽ വെച്ച് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ആക്ഷേപകരമായിട്ടുള്ള കാര്യം. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഉണ്ട്. എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള ബാനറുകൾ കെട്ടാനുള്ള ശ്രമം ഇപ്പോഴും SFI തുടരുന്നു എന്നുള്ളതാണ്. കാരണം അതെല്ലാം തന്നെ ഉയർത്തിക്കെട്ടുന്ന, അതായത് ഇത് ഒരുപക്ഷെ എടുത്തൊഴിവാക്കിയ ബാനറായിരുന്നു, അത് വീണ്ടും ഉയർത്തിക്കെട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു. അതായത് എല്ലാ നിയമങ്ങളെയും അതുപോലെ തന്നെ നിയമവ്യവസ്ഥകളെയും എല്ലാം തന്നെ ഗവർണറെ പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള നടപടിയാണ് ഇപ്പോൾ SFIയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. ഇത്തരം നടപടികൾക്കോ ഇത്തരം കാര്യങ്ങൾക്കോ നിയമങ്ങൾക്കോ ഒന്നും തന്നെ യാതൊരു വിലയും കൽപ്പിക്കാതെ ഇത്തരത്തിലുള്ള പ്രവൃത്തി മാത്രം ഏതൊക്കെ തരത്തിൽ ഗവർണറെ വ്യക്തിപരമായും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായും അവഹേളിക്കാം അല്ലെങ്കിൽ അപമാനിക്കാം എന്നുള്ളത് മാത്രമാണ്. അപ്രകാരം തന്നെയാണ് മറ്റ് ക്യാമ്പസുകളിൽ നിന്നും SFIയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാഴ്ചകളും സൂചിപ്പിക്കുന്നത്. രശ്മി കാർത്തിക തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു. രശ്മി, ഈ SFIക്ക് കൂടെ പിടിക്കുന്ന ഒരു നടപടി സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് പോലും ഉണ്ടാകുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്, മന്ത്രിമാരെല്ലാവരും തന്നെ നേരിട്ട് ഇപ്രകാരം പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തുന്നു. ഈ ഗവർണർക്കെതിരെ പറയുന്നു. മാത്രമല്ല SFI ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന മട്ടിലുള്ള പ്രതികരണങ്ങളും മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അത് തുടക്കം മുതൽ തന്നെ അങ്ങനെയാണ്. കാരണം ഗവർണർക്കെതിരെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ അല്ലെങ്കിൽ SFIയുടെ നിലപാടുകളെ എല്ലാം തന്നെ സംസ്ഥാന സർക്കാരും മന്ത്രിമാരൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അത് ആദ്യമായിട്ട് നടക്കുന്നതല്ല. ഈ രാജ്ഭവൻ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത്. അതായത് ഈ ബാനറുകൾ ഉയർത്തുന്ന കാര്യം ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായി തന്നെ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്ന ഒരു കാര്യമാണ്. ആ രീതിയിൽ തന്നെ വേണം ഇതിനെ കാണാൻ. കാരണം പ്രതിഷേധങ്ങളെ, ഓരോ തരത്തിലുണ്ടാകുന്ന പ്രതിഷേധങ്ങളെ ഓരോ തരത്തിലാണ് കൈകാര്യം ചെയ്തത്. കാരണം ഗവർണർക്കെതിരെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളോട് ഒരു വ്യത്യസ്തമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നു. സദസ്സിന് നേരെയുള്ള പ്രതിഷേധങ്ങളോട് അതും വേറൊരു രീതിയിൽ സമീപനം സ്വീകരിക്കും. ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഗവർണർക്കെതിരെ ഇത്രത്തോളം വലിയൊരു പ്രതിഷേധം ഉണ്ടായിട്ട് പോലും അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ CPM ആണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ഒക്കെ തന്നെ രംഗത്ത് വരുന്നത്. രണ്ട് രീതിയിലുള്ള സമീപനം, ഒരു ഇരട്ടത്താപ്പ് നയമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു കൊണ്ടുവരുന്നത്. ഗവർണർ ഭരണത്തലവനാണ്, കേരളത്തിലെ ഗവർണറാണ്, അദ്ദേഹത്തിന് കൃത്യമായി സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്.
പക്ഷേ അതിലൊക്കെ തന്നെ SFIയുടെ ഈ അതിക്രമങ്ങളെ അറിയിക്കും. SFIയുടെ സംസ്ഥാന ഭാരവാഹികൾ SFIയുടെ ലീഡർഷിപ്പ് അറിയിക്കും. രശ്മി തുടരാം. കൃത്യമായി SFIക്കാർക്ക് ചോർത്തി നൽകിക്കൊണ്ട് രശ്മി പറഞ്ഞുകൊണ്ടിരുന്നത് തുടരാം. അത്തരത്തിൽ തന്നെയാണ്. കാരണം ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരെ അരങ്ങേറിയ സമയത്തും അതിന് എല്ലാ തരത്തിലുള്ള സൗകര്യവും പോലീസ് ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. അന്ന് രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഗവർണർ എത്ര സമയത്തിനുള്ളിൽ എയർപോർട്ടിലേക്ക് എത്തും, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് അദ്ദേഹം എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസിൽ നിന്ന് തന്നെയാണ് ചോർന്നത്. ആഭ്യന്തര വകുപ്പിന്റെ അറിവോട് കൂടി തന്നെയാണ് ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം സംസ്ഥാന വ്യാപകമായി അരങ്ങേറുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. തുടക്കം മുതൽ തന്നെ ഈ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് കൂടുതൽ കടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എല്ലാ വിഷയങ്ങളിലും, അത് സർവകലാശാല വിഷയങ്ങളിലാണെങ്കിലും സർക്കാരിന്റെ പല നിലപാടുകളിലാണെങ്കിലും ഗവർണർ വളരെ കൃത്യമായി തന്നെ ഭരണഘടനാപരവും നിയമപരവുമായിട്ടുള്ള നിലപാടുകളാണ് അദ്ദേഹം എപ്പോഴും കൈക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഈ രീതിയിൽ സർക്കാരിനെ ചൊടിപ്പിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ SFIയെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിദ്യാർത്ഥികളെ. തീർച്ചയായും അതേ കാഴ്ചകൾ തന്നെയാണ് രശ്മി ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് മുമ്പിൽ നിന്ന് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് കൂടി എത്തേണ്ടതുണ്ട്. സോണൽ കൃഷ്ണ ഇപ്പോൾ തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു. സോണൽ, കേൾക്കാമെങ്കിൽ ഈ പോലീസ് നോക്കി നിൽക്കുകയാണ്. വീണ്ടും SFIക്കാർ ഇപ്രകാരം ഈ ബാനർ എല്ലാം ഉയർത്തിക്കെട്ടുന്നതും ഇത് പാടില്ല എന്ന് ചാൻസലർ കൂടിയായ ഗവർണർ വിലക്കിയിട്ടു. അതേനു കൃത്യമായി പറഞ്ഞാൽ എല്ലാ സംവിധാനങ്ങളെയും നിയമവ്യവസ്ഥകളെയും ഇത്തരത്തിൽ വെല്ലുവിളിക്കുകയാണ് SFI ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം ഇത്തരം അഴിച്ചു മാറ്റപ്പെട്ട ഇത്തരം ബാനറുകളെല്ലാം തന്നെ വീണ്ടും കെട്ടുന്നു. അതുപോലെ തന്നെ SFI പ്രവർത്തകരുടെ കൊടികളും മറ്റും ഈ ബാരിക്കേഡിന്മേൽ വീണ്ടും സ്ഥാപിക്കുന്നു എന്നുള്ളതാണ്. 2022 കോടതി ഉത്തരവ് പ്രകാരം ക്യാമ്പസിന്റെ 200 മീറ്റർ ചുറ്റളവിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളോ അതുമായി ബന്ധപ്പെട്ട യാതൊന്നും തന്നെ പാടില്ല എന്നുള്ളത് കോടതി ഉത്തരവുണ്ട്. ഗവർണർ വരുന്നത് അത് യൂണിവേഴ്സിറ്റി പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി തന്നെയാണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ വീണ്ടും വെല്ലുവിളിക്കുകയാണ് SFI എന്ന് വേണം നമുക്ക് കരുതാൻ. അത് കൃത്യമായി തന്നെ ആദ്യഘട്ടത്തിൽ ഗവർണർ ചോദ്യം ചെയ്തതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടി ആവശ്യപ്പെട്ടതാണ്. എന്നാൽ അത്തരമൊരു നടപടിയോ കാര്യങ്ങളോ ഇതുവരെ സർവകലാശാലയുടെ ഭാഗത്തു നിന്നൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ VCക്കെതിരെ നടപടിയെടുക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നത്. അത് പ്രധാനമായി പറയേണ്ടത് അതായത് SFIയുടെ ഇത്തരം പ്രവർത്തികൾ ഇന്നലെയും കഴിഞ്ഞ ദിവസവും എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും പറയുന്ന ഇത്തരം ഒരു വിദ്യാർത്ഥി സംഘടന വെറും അക്രമങ്ങളുടെ പാതയിൽ മാത്രമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അക്രമങ്ങൾ മാത്രമാണ് സൃഷ്ടിക്കുന്നത്. കാരണം നമുക്കറിയാം ഇന്നലെ ഗവർണർ ഔദ്യോഗികമായി പങ്കെടുക്കാനിരിക്കുന്ന പരിപാടിയുടെ ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും ഉൾപ്പെടെ കൂട്ടിയിട്ട് കത്തിക്കുന്ന സാഹചര്യം വരെ SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ആക്ഷേപകരമായി ചൂണ്ടിക്കാണിക്കേണ്ടത്. ഇപ്പോൾ ഈ ബാനർ അതായത് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട് ഗസ്റ്റ് ഹൌസിലേക്ക് പോകുന്ന വഴി. അതിന് പുറത്താണ് ഇത്തരത്തിൽ വീണ്ടും ബാനറുകൾ കെട്ടി ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ ആ ബാനറുകളെല്ലാം തന്നെ കൃത്യമായി കാണാം. ഗവർണറെ ഏതൊക്കെ തരത്തിൽ വ്യക്തിപരമായും നിയമപരമായും ആക്ഷേപിക്കാൻ പറ്റുമോ അതെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ടുള്ള ആക്ഷേപത്തിന് പുറമെ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപം വരെ ഉയർത്തുന്ന പ്ലക്കാർഡുകൾ അതുപോലെ തന്നെ ബാനറുകളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇത്തരത്തിൽ SFI ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. എന്നിട്ടും യാതൊരു നടപടിയും എടുക്കുന്നില്ല. ഇപ്പോൾ ഉയർത്തി കിട്ടിയതും പോലീസ് ഉദ്യോഗസ്ഥരുടെ കൺമുമ്പിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം വന്ന് അത് വീക്ഷിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അത് എടുത്തു മാറ്റാനോ അല്ലെങ്കിൽ അത് അഴിച്ചു മാറ്റാനോ ഉള്ള നടപടി ഇവർ തുടരുന്നില്ല എന്നുള്ളതും ഏറ്റവും ആക്ഷേപകരമായിട്ടുള്ള കാര്യമാണ്. അത് വീക്ഷിക്കുക മാത്രമാണ് ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ചെയ്യുന്നത്. ഇത് പൂർണ്ണമായിട്ടുള്ള വെല്ലുവിളിയാണ്, നിയമ സംവിധാനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കാരണം അക്രമ രാഷ്ട്രീയത്തിലൂടെ മാത്രം വളർന്നു വരുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയെ ഉപയോഗിച്ച ഇത്തരം പൊറാട്ട് നാടകങ്ങൾ കഴിക്കുന്നത് ഇത്തരം കേരള സർക്കാർ തന്നെയാണ്. അതിന് ചുക്കാൻ പിടിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് എന്നുള്ളത് ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. SFIയുടെ രാഷ്ട്രീയം ഇത്തരത്തിൽ അക്രമ രാഷ്ട്രീയമാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ക്യാമ്പസിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നു വരുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ വ്യക്തിപരമായും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായും ആക്ഷേപിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പോസ്റ്ററുകൾ, എഴുത്തുകൾ ക്യാമ്പസിൽ ഇത്തരത്തിൽ ബാനറുകളായും അതുപോലെ തന്നെ പ്ലക്കാർഡുകളായും കാണപ്പെട്ടിരുന്നത്.
പ്രധാനമായി ഉയരുന്ന ആക്ഷേപം ഇത്തരത്തിൽ നടപടി ആവശ്യപ്പെട്ടിട്ട് പോലും അതിന്മേൽ ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളതും കൂടിയാണ് പ്രധാനമായി പറയേണ്ട ഒരു കാര്യം കൂടി തന്നെയാണ്. കാരണം ഓരോ തവണ ഇത്തരത്തിലുള്ള നടപടി SFIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോഴും അതിനെ എതിർത്തുകൊണ്ട് അതിന് കൃത്യമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണറും രംഗത്തെത്തുന്നുണ്ട്. എന്നാൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നോ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ SP ഉൾപ്പെടെയുള്ള സംഘത്തോട് കൃത്യമായി ഗവർണർ ആവശ്യപ്പെട്ടതാണ് ഇത്തരം ബാനറുകൾ എടുത്തു മാറ്റണം എന്നത്. എന്നാൽ ബാരിക്കേഡിനപ്പുറം ഇപ്പോഴും ഇത്തരത്തിൽ പ്രവർത്തകർ എത്തി ഈ ബാനറുകൾ കെട്ടുന്ന ഒരു സ്ഥിതിയുണ്ട്. വീണ് കിടക്കുന്ന എല്ലാ ബാനറുകളും പുനഃസ്ഥാപിക്കുന്ന സ്ഥിതിയുണ്ട്. അവരുടെ പ്രതികരണം ഇന്നും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവും എന്ന് തന്നെയാണ്. അത് ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ SFIയുടെ സംസ്ഥാന നേതൃത്വം നിങ്ങളെ അറിയിക്കും എന്നാണ് മാധ്യമങ്ങളോട് ഇത് ഉയർത്തിക്കെട്ടിയ പ്രവർത്തകർ പറഞ്ഞത്. കാരണം ഇന്നാണ് ഗവർണറുടെ ഔദ്യോഗിക പരിപാടിയുള്ളത്. അത് ഇത്തരത്തിൽ ഏതൊക്കെ തരത്തിൽ അതിനെതിരെ പ്രക്ഷോഭം സൃഷ്ടിക്കാം എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അജണ്ടയായിട്ട് തന്നെ SFI ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ തെളിഞ്ഞതാണ് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. അതായത് സനാതനധർമ്മ പീഠവും ഭാരതീയ വിചാര കേന്ദ്രവും സംയുക്തമായി നടത്തുന്ന ആ സെമിനാറിനെതിരെ കൂടി SFIയുടെ ഭാഗത്ത് നിന്ന് വിമർശനങ്ങൾ ഉണ്ടാവുന്നു. ആ സെമിനാറിലേക്ക് വേണ്ടി കൊണ്ടുവച്ച ബാനറുകൾ ഉൾപ്പെടെ കത്തിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഇതെല്ലാം തന്നെ തീർത്തും നിസ്സാരമായി തള്ളിക്കളയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അതിന്മേൽ കൃത്യമായ നടപടിയെടുക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥർ, ഇതെല്ലാം തന്നെ ഈ ഏറ്റവും കൂടുതൽ പറയേണ്ടത് പിണറായി വിജയന്റെ പിന്തുണയോട് കൂടി തന്നെയാണ് SFIയും പോലീസും ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടി എല്ലാ കളവും ഒരുക്കുന്നത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ളതാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയമായിട്ടുള്ള നാടകത്തിന് പുറമെ ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ തെരുവിലിറക്കിക്കൊണ്ട് മറ്റൊരു പൊറാട്ട നാടകം തന്നെയാണ് ഇവിടെ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആക്ഷേപകരമായി പറയേണ്ടത്. അത് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ 3 ദിവസങ്ങളായി ദൃശ്യങ്ങളിൽ നിന്ന് തെളിയുന്നത്. കാരണം ഇന്നലെ ഇത്തരത്തിൽ SFIയുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതിഷേധവും പരിപാടികളും ഉണ്ടാകില്ല എന്നുള്ള കാര്യം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. എന്നാൽ ഇതിന് പുറമെ ഇത്തരത്തിൽ ഗവർണർ തന്നെ എത്തി ഇത്തരം ബാനറുകൾ നീക്കം ചെയ്യാൻ പറഞ്ഞതിന് പിന്നാലെയാണ് വീണ്ടും SFI പ്രവർത്തകർ തരിച്ചുകൂടിയെത്തുന്നു. ഗവർണർക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ, വ്യക്തിപരമായി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. തുടർച്ചയായിട്ട് വീണ്ടും പോലീസുമായുള്ള ഏറ്റുമുട്ടലുണ്ടാവുന്നു, സംഘർഷമുണ്ടാവുന്നു. ഇതിനു പുറമെ അദ്ദേഹത്തെ ചിത്രം വരച്ചുകൊണ്ട് പല രീതിയിൽ ആക്ഷേപിക്കുന്ന സാഹചര്യം, പാട്ടുപാടി ആക്ഷേപിക്കുന്ന സാഹചര്യം, മുദ്രാവാക്യം വിളിച്ച് ആക്ഷേപിക്കുന്ന സാഹചര്യം, ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടും കൃത്യമായ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതും ചൂണ്ടിക്കാണിക്കേണ്ടതാണ്. അത് തന്നെയാണ് ഇവിടെയും. കാരണം ഇത്തരത്തിൽ വീണ് കടന്ന മാറ്റപ്പെട്ടിരുന്ന ബാനറുകളെല്ലാം തന്നെ SFI പ്രവർത്തകരെത്തി പുനഃസ്ഥാപിക്കുന്നു. അത് നോക്കി നിൽക്കുന്ന ഉദ്യോഗസ്ഥർ. ഇതെല്ലാം കൃത്യമായി പറഞ്ഞാൽ കൃത്യമായൊരു നടപടി ആവശ്യപ്പെടേണ്ടതുണ്ട്. എന്നാൽ അത്തരം നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതും ഏറ്റവും ആക്ഷേപകരമായി ചൂണ്ടിക്കാണിക്കുക. തീർച്ചയായും. മാത്രമല്ല പോലീസ് തീർത്ത ബാരിക്കേഡുകളിൽ പോലും SFI പ്രതിഷേധ ബാനറുകൾ കാണാം, പ്ലക്കാർഡുകൾ കാണാം. ഇനി ഇന്ന് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഇതിനെതിരെ ഏത് തരത്തിലായിരിക്കും നടപടികൾ ഉണ്ടാകുക എന്നതാണ് നോക്കിയിരുന്ന് കാണേണ്ടത്. പ്രധാന ഗേറ്റിലൂടെയുള്ള പ്രവേശനമൊക്കെ നിയന്ത്രണമാണ്, ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. പോലീസ് കനത്ത കാവൽ ഏർപ്പാടാക്കിയിട്ടുണ്ട് കാലിക്കറ്റ് സർവകലാശാലയിലും രാജ്ഭവനിലും.